Okay, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Prove by mathematical induction that 1 into 2 plus 2 into 3 plus 3 into 4 plus etc. plus n into n plus 1 is equal to n into n plus 1 into n plus 2 by 3. ആദ്യം അപ്പൊ നമുക്ക് p of n ന് 1 കൊടുക്കുക. For n is equal to 1. n ന് 1 കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെ p of n എന്ന് ആദ്യത്തെ സ്റ്റെപ്പിൽ വിളിച്ചു പോകണം. p of n be the statement ആണ്. For n is equal to 1, p of 1 എന്ന് പറഞ്ഞാൽ 1 into 2. ആദ്യത്തെ നമ്പർ എടുക്കുന്നു 1 into 2. ഇന്നലെ ചെയ്തതാണ് ആ മെത്തേഡ്. ഇനി അടുത്ത p of n എന്ന് പറഞ്ഞാൽ n into n plus 1 into n plus 2 by 3 ആണ്. അപ്പം n ന് നമ്മൾ 1 കൊടുക്കുമ്പോൾ 1 into 1 plus 1 into 1 plus 2 by 3. 1 into 1 plus 2 by 3. അതായത് 1 into 2 into 3 by 3. 3 ക്യാൻസൽ ചെയ്തു. ആൻസർ 2. ഈ ആൻസർ തന്നെ വന്നു. ഇതിന് 1 കൊടുക്കുമ്പോൾ p of 1 ആദ്യത്തെ നമ്പർ ഉള്ളത് 1 into 2 എന്ന് പറഞ്ഞാൽ 2. ഇത് 1.2 എന്നല്ല 1 into 2 എന്നാണ് കേട്ടോ. 1 into 2 2. അത് p of n തന്നെയാണ് ഈ കണ്ടീഷൻ. അവിടെ n into n plus 1 into n plus 2 by 3. p of 1 എന്ന് പറഞ്ഞാൽ 1 into 1 plus 1 into 1 plus 2 by 3. അപ്പൊ 1 into 2 into 3 by 3. 3 ക്യാൻസൽ ചെയ്തു 2. അപ്പം രണ്ടു ആൻസറും ഈക്വൽ ആണ്. അപ്പൊ p of 1 is true. p of 1 is true. ഇതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2. We assume that p of k is true. We assume that p of k is true. അപ്പോൾ p of k എന്ന് പറഞ്ഞാൽ 1 into 2 plus 2 into 3 plus 3 into 4 plus etc. plus k into k plus 1 is equal to k into k plus 1 is equal to k into k plus 1 into k plus 2 by 3. ആ എന്റെ സ്ഥാനത്തെല്ലാം നമ്മൾ k എന്ന് കൊടുത്തു. സ്റ്റെപ്പ് 3. We shall prove that p of k plus 1 is true. We shall prove that p of k plus 1 is true. അപ്പൊ നമ്മൾ നോക്കാം p of k plus 1 എന്ന് പറയുമ്പോൾ നമ്മൾ ആ p of k അതുപോലെ തന്നെ എഴുതുക. 1 into 2 plus 2 into 3 plus 3 into 4 plus etc. plus k into k plus 1 plus ഒരു ടൈം ആഡ് ചെയ്യണം. റൈറ്റ് സൈഡിലും k into k plus 1 into k plus 2 by 3 അവിടെയും ആ ടൈം ആഡ് ചെയ്യണം. എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഞാനത് പറഞ്ഞു. p of k യുടെ ലാസ്റ്റ് ടൈം എന്താണോ അവിടെ k യുടെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യണം. k യുടെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുന്ന പറയുമ്പോൾ k plus 1 into k plus 1 plus 1 എന്ന് പറയുമ്പോൾ k plus 2. k plus 1 into k plus 2. അതായത് ഈ p of k യുടെ ലാസ്റ്റ് ടൈം എന്താണോ അവിടെ k യുടെ കൂട്ടത്തിൽ ഒരു 1 ആഡ് ചെയ്യണം. k യുടെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്തോട്ട് നൽകുക k into k plus 1 into k plus 2 is equal to റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യണം k into k plus 1 into k plus 2 by 3. റൈറ്റ് സൈഡ് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. k into k plus 1 into k plus 2 by 3 plus k plus 1 into k plus 2 ആഡ് ചെയ്തു. p of k. p of k യുടെ ലാസ്റ്റ് ടൈം k plus 1 into k plus 2 ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തു. വാല്യൂ ചേഞ്ച് വരാതിരിക്കാൻ ഇതിന്റെ റൈറ്റ് സൈഡ് p of k യുടെ കൂടുതൽ ആഡ് ചെയ്തു. എന്ത് കോമൺ ആയിട്ട് എടുക്കാം? ശരിക്കും ചെയ്ത് പഠിച്ചോണം. എനിക്ക് നിങ്ങൾ ഈ നോക്കുന്നില്ല എന്നുള്ള ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കുറെ ക്വസ്റ്റ്യനൊക്കെ ഇട്ടേന്. നിങ്ങൾക്ക് ഇതിനെ കഴിഞ്ഞ കുറിച്ച് മെസ്സേജ് ഒക്കെ അയച്ചതാണ്. നിങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ പഠിക്കുക. പരീക്ഷ വരും. ചുമ്മാതെ ഡാംഡും കളിച്ച് നിൽക്കരുത്. ചുമ്മാ ഓരോരുത്തർ പറയുന്നത് അത് മാത്രം പഠിച്ചാൽ മതി ഇത് മാത്രം പഠിച്ചാൽ എന്നുള്ള വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. അബദ്ധത്തിൽ ആളില്ല. ഓരോരുത്തരൊക്കെ അങ്ങനെ പഠിച്ച് പറഞ്ഞവരെയൊക്കെ അടുത്ത് പഠിച്ച പിള്ളേർക്കൊന്നും മാർക്കൊന്നുമില്ല. എല്ലാം തോറ്റിരിക്കുകയൊക്കെയാണ്. ഒന്നിനും മാർക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കാം. പരസ്യത്തിന് വേണ്ടി അവർ അങ്ങനെയൊക്കെ പറയും. ഞാനിങ്ങനെ ഒരുപാട് വീഡിയോ കേട്ടപ്പോൾ കണ്ടു. ഇത് ഞാൻ വേറെ എങ്ങും കിട്ടത്തില്ല. ഇങ്ങനെ നിങ്ങളെ കിട്ടത്തുള്ളൂ. അപ്പൊ ഒരാളെ ഉള്ളൂ വായിച്ചു പഠിക്കും അല്ലെ ബിസിനസ് പഠിപ്പിക്കുന്ന ലോകത്തിൽ മൊത്തം. അങ്ങനെയൊന്നും അല്ല. എല്ലാവർക്കും കഴിവുള്ളതല്ലേ. അപ്പം അങ്ങനെ ചുമ്മാ പറയും. അങ്ങനെ നോക്കരുത്. ശരി, നിങ്ങളെ ഞാൻ ഈ വ്യൂസ് കാണാത്തതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. കാരണം ഇതൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതല്ലേ. അപ്പൊ നിങ്ങൾ പഠിച്ച് മാർക്ക് കിട്ടാൻ വേണ്ടി എന്റെ അടുത്ത് പഠിക്കുന്ന പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടാൻ നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വിടായ്പകളോ അല്ലെങ്കിൽ ഒന്നുമില്ല, കള്ളത്തരമൊന്നുമില്ല. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളത് മുതലാക്കി എടുക്കുക. അപ്പൊ ഇവിടെ നോക്കാം.
കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു നമുക്ക് രണ്ടിടത്തും കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ കെ ബൈ ത്രീ പ്ലസ് വൺ, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നമ്മൾ രാത്രിയിലൊക്കെ ക്ലാസ്, പകലൊക്കെ ഫുൾ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് രാത്രിയിലൊക്കെ ഇത് ഇട്ട് തരുന്നത്. ഇപ്പം ഞാനൊക്കെ കഷ്ടപ്പെടുന്നതിന്റെ ഒരു 1000-1 നിങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് എന്റെ ഒരു ബലമായ വിശ്വാസം. കാരണം നമ്മൾ ഇത്രയും രാവിലെ തൊട്ട് എല്ലാവർക്കും ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും വാട്സ്ആപ്പ് ക്ലാസ്സുകളും എല്ലാം കൊടുക്കുന്നു. പിന്നെ ഇമ്പ്രൂവ്മെന്റ് പ്രത്യേകം കൊടുക്കുന്നു. എന്നിട്ട് പോലും നിങ്ങൾക്ക് അതിനൊരു ഒരു ആക്റ്റീവ് അല്ല, നിങ്ങളൊരു ആക്റ്റീവ് അല്ല എന്നൊരു സംശയം ഉള്ളതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. കാരണം നമ്മൾ പറയേണ്ടത് പറയണമല്ലോ. നമ്മൾ ചുമ്മാ ഇങ്ങനെ സൂപ്പിച്ച് പിള്ളേരെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഒരിക്കലും സൂപ്പിയിൽ കേൾക്കുന്നതൊന്നും കൊണ്ട് ജീവിതമാവത്തില്ല. കറക്റ്റ് ആര് പറയുന്നോ കറക്റ്റായിട്ട് കാര്യം പറയുന്നവരെ വേണം വിശ്വസിക്കാൻ. അപ്പം എന്തെടുക്കാം, ഒരു 3 LCM എടുത്തു, കെ പ്ലസ് 3. അപ്പൊ 3 LCM എടുത്തോ കെ പ്ലസ് എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതാം, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഓൾ ഡിവൈഡഡ് ബൈ 3. അപ്പൊ നോക്കി, പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞപ്പോ ഈ കെ എന്നുള്ളത് കെ പ്ലസ് 1 ആയി. ഈ കെയുടെ ഇവിടെ ഒരു ഇൻക്രിമെന്റ് വന്നു, കെ പ്ലസ് 1 പ്ലസ് 1 കെ പ്ലസ് 2 ആയി. ഈ കെ പ്ലസ് 1 പ്ലസ് 2 കെ പ്ലസ് 3 ആയി, ഓൾ ഡിവൈഡ് ബൈ. ഇതിനകത്ത് എല്ലാം ഒന്നും ഓട്ടോമാറ്റിക്കലി കൂടുതലായിട്ട് വന്നു. Therefore P of k plus 1 is true. Therefore P of k plus 1 is true. Therefore P of n is true for all n element n. Therefore P of n is true for all n element n. അത്രയാണ് P of n is true for all n element n. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, പ്രൂവ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് 10 raised to 2n minus 1 plus 1 is divisible by 11. അല്ലെ, അതായത് ലെറ്റ്സ് P of n be the statement 10 raised to 2n minus 1 plus 1 is divisible by 11. അതാണ് സ്റ്റെപ്പ് 1 അല്ലെ. സ്റ്റെപ്പ് 1 for n is equal to 1, P of 1 എന്ന് പറഞ്ഞാൽ 10 raised to 2 into 1 minus 1 plus 1 is divisible by 11. കണ്ടോ, P of 1 എന്ന് പറയുമ്പോൾ 10 raised to 2 into 1, 2 minus 1 plus 1 is divisible by 11. അതായത് 10 raised to 2 minus 1 10 വരും അല്ലേ. 2 minus 1 1 ആണ്. അപ്പൊ 10 raised to 1 10, 10 plus 1 11 is divisible by 11. It is true. It is true. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ P of 1 is true. P of 1 is step 2. We assume that P of k is true. ഇപ്പൊ P of k എന്ന് പറഞ്ഞാൽ 10 raised to 2k minus 1 plus 1 is divisible by 11. We assume that P of k is true എന്ന് പറയുമ്പോൾ എന്നിന്റെ സ്ഥാനത്താണ് നമ്മൾ k എണ്ണം കൊടുത്തു. അപ്പം അതിനെ നമ്മൾ divisible തന്നെ that is equivalent to 11q എന്ന് വരെ വിളിക്കാം. 11ന്റെ മൾട്ടിപ്പിൾ ആണ്, equivalent to 11q. 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പഠിച്ചു. സ്റ്റെപ്പ് 3, we shall prove that P of k plus 1 is true. ഇപ്പൊ P of k plus 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 raised to 2. ഇതാണെങ്കിൽ കണ്ടോ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇല്ല. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ടെങ്കിൽ P of kയുടെ ലാസ്റ്റ് ടൈം എന്താണോ അതിന് കൂടുതൽ 1 ആഡ് ചെയ്യുന്ന ടൈം P of kയുടെ ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്യുക, റൈറ്റ് സൈഡിലും. ഇത് ലെഫ്റ്റ് സൈഡിൽ ഒരു കണ്ടീഷൻ ആണ് ഇത്രയും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കെയുടെ സ്ഥാനത്തിൽ 1 ആഡ് ചെയ്യുക, 2 into k plus 1 minus 1 plus 1 എന്ന് മാത്രം എഴുതുക. ഈസ് ഡിവിസിബിൾ ബൈ 11 എന്ന് എഴുതരുത്. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കൊണ്ടുവരണം, പ്രൂവ് ദാറ്റ് ആക്കി കൊണ്ടുവരണം. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k plus 2 minus 1 plus 1. നിങ്ങൾക്ക് 2 minus 1 1 എന്ന് എഴുതാം. അപ്പം 10 raised to 2k plus 1 ആയിപ്പോ നമ്മുടെ കണ്ടീഷൻ 10 raised to 2k minus 1 plus 1 ആണെങ്കിൽ അവിടെ 11q എന്ന് കൊടുക്കാൻ ഒക്കത്തുള്ളൂ. അത് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യാം. 10 raised to 2k minus 1 ഇത് രണ്ടുകൂടെ ഒരുമിച്ച് എഴുതി, അതൊരു ബ്രാക്കറ്റ് പ്ലസ് 2 എന്ന് എഴുതി, ലാസ്റ്റിൽ പ്ലസ് 1. കാരണം ഇതുപോലെ തന്നെ 10 raised to 2k minus 1 എന്ന് കൊണ്ടുവരാനായിട്ട് 2k minus 1 എന്ന് എഴുതിയിട്ട് പ്ലസ് 2 കൊണ്ട് മാറ്റി എഴുതി, പ്ലസ് 1. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആയി
എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. ഇത് എ റൈസ് ടു എം പ്ലസ് എൻ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. അപ്പൊ നമ്മൾ 10 റൈസ് ടു 2k മൈനസ് 1 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 1. എ റൈസ് ടു എം പ്ലസ് എൻ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. അപ്പോൾ 10 റൈസ് ടു 2k മൈനസ് 1 ഇൻറ്റു 100 പ്ലസ് 1. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. എന്നിട്ട് നമ്മൾ 10 റൈസ് ടു 2k മൈനസ് 1 ഇൻറ്റു ഈ 100 എന്നുള്ളതിനെ നമുക്ക് 99 അല്ലെങ്കിൽ 100 അങ്ങനെ കിടന്നോട്ടെ, ഇത് അങ്ങനെ ഇട്ടേക്കുക, ഇൻറ്റു 100 പ്ലസ് ഞാൻ ഈ 1നെ 100 മൈനസ് 99 എഴുതി. ഈ 1നെ 100 മൈനസ് 99 എഴുതി. കാരണം 100 മൈനസ് 99 1 അങ്ങനെ എഴുതി. എന്തിനാന്ന് വെച്ചാൽ പറയാം. പി ഓഫ് കെയുടെ കണ്ടീഷനിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് നമ്മൾ ഈ രണ്ട് ടേമിനകത്തു, ഇത്രയും ടേമിനകത്തുനിന്ന് ഒരു 100 കോമൺ ആയിട്ട് എടുത്തു. 10 റൈസ് ടു 2k മൈനസ് 1 പ്ലസ് 1 മൈനസ് 99 ഞാൻ 11 ഇൻറ്റു 9 എന്ന് എഴുതി. അപ്പൊ കണ്ടോ, ഇത് ഇത്രയും നമുക്ക് 10 റൈസ് ടു 2k മൈനസ് 1 പ്ലസ് 1 എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 11k എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പി ഓഫ് കെ, ഇത് പി ഓഫ് കെ ആണ്. 10 റൈസ് ടു 2k മൈനസ് 1 പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 11. അത് പി ഓഫ് കെ ആണ്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് അതിനെ 100 ഇൻറ്റു 11q മൈനസ് 99 ഞാൻ 11 ഇൻറ്റു 9 എഴുതി. 99 11 ഇൻറ്റു 9 എന്നങ്ങ് എഴുതിയിട്ടുണ്ട്. കാരണം അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഈ പി ഓഫ് ഇതിനെ നമ്മൾ ഒരുമിച്ച് 11q എന്ന് എഴുതിയാൽ അത്രയും ടൈം അങ്ങ് മാറി കിട്ടും. അത് 11 കോമൺ ആയിട്ട് എടുക്കുക. 100q മൈനസ് 9. അപ്പൊ 11 ഇൻറ്റു എന്ന് കിടക്കുന്നിടത്തോളം കാലം ഇനിയും ഈ ക്യൂവിനും എന്ത് വില കൊടുത്താലും 1 കൊടുത്താലും 2 കൊടുത്താലും 3 കൊടുത്താലും 5 കൊടുത്താലും എല്ലാം അത് 11ന്റെ ഗുണിതമായിരിക്കും. 11 ഇൻറ്റു എന്ന് കിടക്കുന്നിടത്തോളം കാലം 11ന്റെ ഗുണിതമാണ്. 5 ഇൻറ്റു എന്ന് കിടക്കുമ്പോൾ അത് 5ന്റെ മൾട്ടിപ്പിളാ. 8 ഇൻറ്റു എന്ന് കിടക്കുമ്പോൾ അത് 8ന്റെ മൾട്ടിപ്പിളാ. അപ്പം ഈസ് ഡിവിസിബിൾ ബൈ 11. അപ്പൊ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ 10 റൈസ് ടു 2k പ്ലസ് 2 മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 11. നമ്മൾ മറ്റേ ഡിവിസിബിൾ ബൈ 11 എഴുതിയിട്ടില്ലായിരുന്നു. നമ്മൾ ചെയ്തു വന്നപ്പോൾ ഈസ് ഡിവിസിബിൾ ബൈ 11 ആയി. അപ്പൊ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. Therefore പി ഓഫ് n ഈസ് ട്രൂ for all n elements n. P of n is true for all n elements n. മനസ്സിലായി കാണുമല്ലോ. പരീക്ഷയ്ക്ക് പഠിച്ചോണം. ഇത്രയാണ്. ഇപ്പൊ നമ്മൾ സെറ്റ് എടുത്തു, റിലേഷൻ എടുത്തു, പിന്നെ മാത്തമാറ്റിക്കൽ. അടുത്ത കോംപ്ലക്സ് നമ്പറിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ.